ഗസയിൽ മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രായേലിനെ തല്ലിയും തലോടിയും അമേരിക്ക. ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന സഹായം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും സാമ്പത്തിക സഹായം നൽകിയിരിക്കുകയാണ് അമേരിക്ക. $3.5 ബില്യൺ സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം ഇസ്രായേൽ പ്രതിരോധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. അതാണ് വലിയ പ്രതിഷേധമുയർത്തുന്നത്. ഗസയിൽ മനുഷ്യാവകാശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത്. അമേരിക്ക നടത്തുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ ഒരു ഭാഗം പോകുന്നത് പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുന്ന സൈനിക യൂണിറ്റിനുമാണ്. എന്നാൽ ഈ യൂണിറ്റിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് തങ്ങൾ എതിരാണെന്നും ഇസ്രായേൽ സൈനിക യൂണിറ്റിന് സഹായം വിലക്കുന്നത് ആദ്യമായിട്ടാണെന്നും US അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ ഈ സൈനിക യൂണിറ്റിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ടെന്നും അതിൽ അമേരിക്ക തൃപ്തരാണെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വിവാദ യൂണിറ്റിൻ്റെ പേര് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വിന്യസിച്ചിട്ടുള്ള നെറ്റ്സ യഹൂദയാണ് ക്രൂരതകൾക്കും നിയമലംഘനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പിന്നിൽ. നിരവധി ആരോപണങ്ങളാണ് നെറ്റ്സ യഹൂദയ്ക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നിട്ടുള്ളത്. പലസ്തീൻ പൗരന്മാരെ പീഡിപ്പിച്ച സംഭവത്തിൽ ഈ ബറ്റാലിയനിലെ സൈനികർ നിരവധി തവണ പ്രതിക്കൂട്ടിൽ വന്നിട്ടുണ്ട്. 2022 പലസ്തീനിയൻ അമേരിക്കൻ പൗരൻ സൈന്യത്തിൻ്റെ തടവിൽ മരിച്ചതുൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഈ ബറ്റാലിയനെതിരെ ഉയർന്നിട്ടുമുണ്ട്. ഈ ക്രൂരതകളെല്ലാം അമേരിക്ക തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതുമാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ നെറ്റ്സ യഹൂദയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ സഹായ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും ബ്ലിങ്കൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ നിന്ന് ബ്ലിങ്കൻ മലക്കം പറഞ്ഞു. ഗസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം നടത്തുന്ന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അടുത്തിടെ ഇസ്രായേൽ സേന തടവിൽ പാർപ്പിച്ചിരുന്ന യുവതിയെ 10 സൈനികർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സഹായം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്.